ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും തിരുവോണാശംസകൾ. നിങ്ങൾ സദ്യയൊക്കെ കഴിച്ചോ? അമ്പലത്തിലൊക്കെ പോയോ? ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു, അമ്പലത്തിലൊക്കെ പോയി. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇതിനു മുന്നേ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ആ ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ് ഞാൻ അമ്പലത്തിൽ എടുത്തുകൊണ്ട് പോയത്. ഇത് കൊള്ളാമോ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? പിന്നെന്താ, നിങ്ങളൊക്കെ അമ്പലത്തിലൊക്കെ പോയോ? ഞാൻ അമ്പലത്തിൽ പോയ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാവേ. അവിടെ പോയിട്ട് ഊഞ്ഞാലാടിയതും ഒക്കെ കാണിച്ചു തരാം. ഊഞ്ഞാലാടാനൊക്കെ നല്ല ഇഷ്ടമല്ലേ നമുക്കൊക്കെ? ഓണത്തിനൊക്കെ അല്ലേ നമുക്ക് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റത്തുള്ളൂ അല്ലേ? ഞങ്ങളുടെ അമ്പലത്തിൽ 4 ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ഊഞ്ഞാലൊക്കെ ആടിയിട്ടാണ് വന്നത്. അതൊക്കെയല്ലേ ഒരു സന്തോഷം. അല്ലാതെ നമ്മളെയൊക്കെ ജീവിതത്തിൽ എന്തോന്നാണ് സന്തോഷമുള്ളത്? വിഷമങ്ങളേ ഉള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ജീവിച്ചു പോകുന്നു. അതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അതിനേ സമയം വരുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയതും അവിടെ നിന്ന് ഊഞ്ഞാലാടിയതും അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാൻ പോവാം. എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ. ഹലോ കൂട്ടുകാരെ, ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ മോളുണ്ടാക്കിയ അത്തമാണേ. കൊള്ളാവോ? കൊള്ളാമെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് കമൻ്റ് ഇടണേ. ഇഷ്ടമായോ എല്ലാവർക്കും? എൻ്റെ ഇഷ്ട ദൈവമായിട്ടുള്ള വിഘ്നേശ്വരനാണേ. ഹലോ കൂട്ടുകാരെ, ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മോളുണ്ടാക്കിയ അത്തം. രാവിലെ എനിക്ക് ഇതിലൊന്നും സഹായിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ അടുക്കളയിൽ ജോലിയുടെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണേ. അമ്പലത്തിൽ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാവേ. ഞാനും അമ്മയായിട്ട് അമ്പലത്തിൽ പോകുന്നു. അമ്മ ദാ നടന്നു വരുന്നുണ്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ തന്നെ അമ്പലത്തിൽ ചെന്നിട്ട് കാണിച്ചു തരാവേ. നടന്നാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നല്ല രസമല്ലേ ഈ സമയത്ത് ഇങ്ങനെ നടന്നു പോകാൻ? തിരക്കൊന്നും ഇല്ലാത്ത റോഡ് അല്ലേ? ഇനി അമ്പലത്തിൽ ചെന്നിട്ട് കാണിച്ചു തരാവേ. കുട്ടികളെല്ലാം ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അമ്പലം, കരിമ്പുകോണം ദേവീക്ഷേത്രം. ഇതാണ് ഞങ്ങളുടെ കരിമ്പുകോണം ദേവീക്ഷേത്രം. കുട്ടികളൊക്കെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഊഞ്ഞാലാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഊഞ്ഞാലാടിയിട്ടേ പോകത്തുള്ളേ. ഞാൻ ഊഞ്ഞാലാടുന്നതൊക്കെ കാണിച്ചു തരാവേ.
ഞാൻ ഓണത്തിൻ്റെ ഊഞ്ഞാലാടുകയാണ്. വാവയെ കൂടെ കിട്ടിയ ഊഞ്ഞാലാണ്. മക്കളൊന്ന് മോളം മോന് വാവയാണ്. കണ്ടോ, ഞങ്ങൾ ഓണത്തിന്റെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആഗ്രഹമാണ് ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ആടാനായിട്ട്. അന്ന് ഒന്ന് ഓണക്കൊടിയുടെ വീട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഹലോ കൂട്ടുകാരെ, ഞാൻ ഊഞ്ഞാലാടിയതൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതെൻ്റെ ആഗ്രഹമായിരുന്നു, എനിക്ക് ഊഞ്ഞാലാടണമെന്ന്. ഊഞ്ഞാലൊക്കെ ആടി. ഇനി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇനി വീട്ടിൽ വന്നിട്ട് കാണാം. ഓക്കെ കൂട്ടുകാരെ, ഞാൻ അമ്പലത്തിൽ പോയതും അത്തമിട്ടതും ഊഞ്ഞാലാടിയതും ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ട് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കണേ. ഞാൻ കുറേ പേരെൻ്റെ ഈ വീഡിയോകളൊക്കെ കാണുന്നുണ്ടേ, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും കേട്ടോ. ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട്. ആ വിഷമങ്ങളെല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി എല്ലായിടത്തും സന്തോഷിച്ച് സംസാരിച്ചൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. വിഷമങ്ങളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയാൽ അതിനല്ലേ നമുക്ക് സമയം വരുള്ളൂ അല്ലേ. അതൊക്കെ മറന്നിട്ട് നമ്മുടെ സന്തോഷങ്ങളൊക്കെ സന്തോഷിച്ച് ജീവിക്കാം. അതല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെന്താ, സങ്കടം വരുന്നിടയെ സംസാരിച്ചപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഒരു സങ്കടം വരും. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ കുറേ കൂട്ടുകാരനെ കണ്ടിട്ട് വീഡിയോ ഒക്കെ കൊള്ളാം, നന്നായി വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് ഇങ്ങനെയൊന്നും എങ്ങനെയാണ് ഈ വീഡിയോ പിടിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. എനിക്ക് അറിയാവുന്ന പോലെയൊക്കെയാണ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവർ
ഇതെല്ലാം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.